അപ്പോൾ ഇന്നലെ SIT പറഞ്ഞ ഈ രണ്ട് കാരണങ്ങൾ, ആ രണ്ട് കാരണങ്ങളുടെയും ഉത്തരവാദി കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ശബരിമലയിലെ സ്വർണ്ണ കളവ് കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. എല്ലാ പ്രതികളും പുറത്തിറങ്ങിയാൽ പിന്നെ കേസിനെ സ്വാധീനിക്കും. നമ്മുടെ നടിയെ ആക്രമിച്ച കേസിന്റെ നാൾവഴികൾ പരിശോധിച്ചാൽ പാർഷ്യലായ കുറ്റപത്രം അന്ന് സമർപ്പിച്ചിരുന്നു. പല കേസുകളിലും പാർഷ്യലായ കുറ്റപത്രം സമർപ്പിക്കും. ഫുള്ളായിട്ട് കുറ്റപത്രം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ പാർഷ്യലായ കുറ്റപത്രം കൊടുക്കാം. പിന്നെ ഫർദർ ഇൻവെസ്റ്റിഗേഷന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കുറ്റപത്രം സമർപ്പിക്കാം. നമ്മുടെ ക്രിമിനൽ നടപടിക്രമ ചട്ടങ്ങൾക്കനുസരിച്ച് ഇതെല്ലാം നടത്താൻ കഴിയുന്നതാണ്. നടിയെ ആക്രമിച്ച കേസിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? പാർഷ്യലായ കുറ്റപത്രം സമർപ്പിച്ചു. പിന്നീട് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി. ഫർദർ ഇൻവെസ്റ്റിഗേഷന് ശേഷം വീണ്ടും കുറ്റപത്രം കൊടുത്തു. ഇതൊക്കെ മിക്കവാറും ക്രിമിനൽ കേസുകളിൽ പോലീസ് ചെയ്യുന്ന സ്വാഭാവിക നടപടിയാണ്. ഈ ശബരിമല കേസിൽ മാത്രം എന്തുകൊണ്ട് അത് ഉണ്ടായില്ല? ഈ ശബരിമല കേസിൽ പാർഷ്യലായ കുറ്റപത്രം സമർപ്പിച്ചിരുന്നെങ്കിൽ ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടില്ലായിരുന്നു. അപ്പോൾ വളരെ ബോധപൂർവമായി പ്രതികളെ ജാമ്യത്തിലെടുക്കാനും കേസ് ജയിച്ചു മായ്ച്ചു കളയാനും ബോധപൂർവമായി നീക്കം നടക്കുകയാണ്. 4 മാസമായി SIT രൂപീകരിച്ചിട്ട്. SITയുടെ അന്വേഷണത്തെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ 2 കാര്യങ്ങൾ പറയേണ്ടി വരും. ഒന്ന്, എന്തുകൊണ്ട് ഇത്രയും നാളായി തൊണ്ടി മുതൽ കണ്ടെത്തിയില്ല? തൊണ്ടി മുതൽ സ്വർണമാണ്. ആ സ്വർണം എവിടെ? ആ സ്വർണം കണ്ടെത്താൻ എന്തുകൊണ്ട് SITക്ക് കഴിയുന്നില്ല? സ്വർണം കണ്ടെത്താതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുമില്ല. അതിന് SIT പറയുന്നത് കെമിക്കൽ അനാലിസിസ് ലബോറട്ടറിയിൽ നിന്ന് റിപ്പോർട്ട് കിട്ടിയില്ല എന്നാണ്. ഇത്തരമൊരു കേസിൽ അടിയന്തരമായി കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ട് നൽകേണ്ടതല്ലേ? അല്ലാണ്ട് സാധാരണഗതിയിലുള്ള ക്യൂവിൽ കിടക്കുന്ന കേസുകൾ പോലെ ഇതിനെ കാണാൻ കഴിയുമോ? ഞങ്ങളൊക്കെ ഈ വകുപ്പ് കുറച്ചു നാളെങ്കിലും നോക്കിയിരുന്ന ആളുകളാണ്. ഞങ്ങൾക്കറിയാം ഈ കേസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഞങ്ങൾക്കിപ്പോൾ വളരെ വ്യക്തമാണ്.